ഹലോ ഫ്രണ്ട്സ്, മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയും കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി തരുവാനുണ്ട്. അതുകൊണ്ടാണ് ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ ഫ്രണ്ട്സ്? ഓക്കെ, തുടങ്ങാം. ഇന്ത്യയുടെ കരസേനാ മേധാവി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അപ്പോൾ വ്യോമസേനാ മേധാവി ആരാണ്? VR ചൗധരി. നെക്സ്റ്റ്, നാവികസേനാ മേധാവി ദിനേശ് ത്രിപാഠി. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാൻ. അടുത്തായിട്ട് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാ? K. സച്ചിദാനന്ദൻ. നെക്സ്റ്റ്, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. അടുത്തായിട്ട് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. അടുത്തത് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത്. കേരള ലോകായുക്ത സിറിയക് ജോസഫ്. അടുത്തായിട്ട് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആരാണ്? KC റോസക്കുട്ടി. നെക്സ്റ്റ്, രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ഏതാണ്? ധർമ്മടം നിയമസഭാ മണ്ഡലത്തിലാണ് രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത്. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. കേരളത്താണ് രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത്. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. അടുത്തത് 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാ? SK വസന്തൻ. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ജില്ല. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ ഏതാ? കേരളം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം അതും കേരളം തന്നെ. അടുത്തായിട്ട് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറും ആയിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയുടെ പേരെന്താണ്? അതിജീവനം എന്നതാണ് വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയുടെ പേര്. നെക്സ്റ്റ്, വിവാദമായതോടെ പിൻവലിച്ച നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ്? S. സോമനാഥ്. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥയുടെ പേരെന്താണെന്നറിയാമോ? ആത്മകഥ എന്ന് തന്നെയാണ് KM മാണിയുടെ ആത്മകഥയുടെ പേര്. അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? അമൃത പ്രീതം. മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം പുസ്തകം എഴുതിയതാര്? പ്രൊഫസർ MK സാനു. 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവി ആരാണ്? MM നരവന. അടുത്തത് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ. 2023 സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ്? പ്രഭാവർമ്മ. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്നതിനാണ് അവാർഡ്. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണെന്നറിയാമോ? PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്നതിനാണ് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് ആരാണ്? PK വീരമണി ദാസൻ. 2023 ജ്ഞാനപീഠം പുരസ്കാരത്തിന് അർഹരായവർ ആരാണ്? ഗുൽസാർ. അദ്ദേഹം ഒരു ഉറുദു കവിയാണ്. അദ്ദേഹത്തിനാണ്
പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പിന്നെ രാം ഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതനാണ്. അദ്ദേഹത്തിനും 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ ആരാ? PR കുമാരകേരളവർമ്മയാണ്. നെക്സ്റ്റ്, മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? സാറ ജോസഫ്. നോവല് എസ്തേർ എന്ന നോവലാണ്. ഓക്കെ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം പേരറിയാമോ? യുവിക. നെക്സ്റ്റ്, സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയുടെ പേരെന്താ? പൊൻവാക്ക്. അടുത്തായിട്ട്, മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയുടെ പേരറിയാമോ? ഡി ഹണ്ട് എന്നാണ് കേട്ടോ. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ചങ്ങാതി. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം അറിയാമോ? DC കണക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ഓർമ്മത്തോണി. നെക്സ്റ്റ്, ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹഹസ്തം. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? K-Lift 24 കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അടുത്തായിട്ട്, ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഏതാ? ഓർഡർ. അടുത്തായിട്ട്, ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഏത്? പച്ച മലയാളം. നെക്സ്റ്റ്, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ പേരെന്താണ്? ഡിജി കേരളം. അടുത്തായിട്ട്, ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താ? വിജിൽ. നെക്സ്റ്റ്, ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്. അടുത്തായിട്ട്, മികച്ച സിനിമയ്ക്കുള്ള 53ാമത് സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് സിനിമ സംവിധാനം ചെയ്തത്. നെക്സ്റ്റ്, 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മമ്മൂട്ടിക്കാണ് കേട്ടോ കിട്ടിയത്. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വിൻസി അലോഷ്യസിനാണ് അവാർഡ് ലഭിച്ചത്. സിനിമ രേഖ. മികച്ച സംവിധായകൻ ആരായിരുന്നു? മഹേഷ് നാരായണനായിരുന്നു മികച്ച സംവിധായകൻ. സിനിമ അറിയിപ്പ്. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇന്ദ്രൻസ്. സിനിമ ഹോം. അപ്പോൾ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഓക്കെ ബായ്.